ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ആശുപത്രി പോകേണ്ട ദിവസമാണേ. അപ്പം നമുക്ക് രാവിലെ ആശുപത്രി പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. സമയം 5:30 ആയതേ ഉള്ളൂ. നമുക്ക് 6:20 ട്രെയിന്. അപ്പം ഇപ്പോഴേ പോകണം. അപ്പം ഞാനും പൊന്നുമാണ് പോകുന്നത്. അപ്പം നമുക്ക് 6:20 ട്രെയിന് പോകാൻ വേണ്ടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. സമയം 5:30 കഴിഞ്ഞിട്ടുണ്ടേ. അങ്ങനെ ഞാനും പൊന്നും കൂടെ ഹൈവേയിലേക്ക് എത്തി കേട്ടോ. ഇനി നമ്മുടെ ATMലൊന്ന് കയറി നമുക്ക് കുറച്ച് പൈസ എടുക്കാനുണ്ട്. കഴിഞ്ഞ ദിവസമൊന്നും ടൗണിലേക്ക് ഇറങ്ങിയില്ല, അതുകൊണ്ട് പൈസ എടുത്തില്ല. നമുക്ക് ATMൻ്റെ അടുത്തെത്തി പോയി പൈസ എടുക്കാം. ഇന്ന് ക്യാമറ പിടിക്കാൻ പൊന്നുമുണ്ട്. അങ്ങനെ ഞാനും പൊന്നും കൂടെ ATMൽ കയറി പൈസയൊക്കെ എടുത്തു. ഞങ്ങൾ എന്നിട്ട് വീണ്ടും പോവുകയാണ് കേട്ടോ. രാവിലെ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. നല്ല തിരക്കാണ് കേട്ടോ റോഡിൽ. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ആകാശപാതയിലെത്തി കേട്ടോ. ശക്തനിലെത്തി. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. നമുക്ക് റെയിൽവേയുടെ പാർക്കിങ്ങിലൊക്കെ വണ്ടി വെച്ചിട്ട് പോവാം. ആകാശപാത ഈ നേരത്തെ കാണാൻ, രാത്രി ഇരുട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണേ. പകലൊരു പ്രാവശ്യം ഞാനതിൽ കയറി നടന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലെത്തി. വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുവാണേ. ഇന്ന് കുറച്ച് താമസിച്ചിട്ടുണ്ട്. എന്നും ഇതിൽ നേരത്തെ വരുന്നതായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ അല്പം താമസിച്ചു പോയി. അപ്പോൾ നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കാം. അങ്ങനെ ടിക്കറ്റ് എടുത്തു. നമുക്ക് പ്ലാറ്റ്ഫോമിൽ പോവാം. അങ്ങനെ നമുക്കുള്ള വണ്ടി 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വന്നത്. ഞാനും പൊന്നും കൂടെ അങ്ങോട്ട് നടക്കുവാണ്. രാവിലെ വീട്ടിൽ നിന്നൊന്നും കഴിച്ചില്ല, അതുകൊണ്ട് പൊന്നിനൊരു കാപ്പി വാങ്ങി കൊടുത്തു. പിന്നെ ഒരു കേക്ക് വാങ്ങി. അവൾക്ക് പിന്നെ ബിങ്കോ ഇഷ്ടമായതുകൊണ്ട് ബിങ്കോ വാങ്ങും. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടക്കുവാണ്. പൊന്നു കാപ്പി കുടിച്ചിട്ടുണ്ടോ നടക്കണേ? നേരമൊക്കെ വെളുത്തു തുടങ്ങി. നമുക്ക് പോകാനുള്ള ഗുരുവായൂർ മധുര വണ്ടി വന്നു. നല്ല തിരക്കാണ് കേട്ടോ. സീറ്റൊക്കെ കിട്ടാൻ പാടായിരിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ സീറ്റ് കിട്ടും. എന്തായാലും വണ്ടി വന്നു. ദൈവവിരുത്തം, എനിക്ക് സീറ്റ് കിട്ടി. സൈഡ് സീറ്റൊന്നും അല്ല, എന്നാലും സീറ്റ് കിട്ടി. കുറച്ചങ്ങ് പോയി കഴിഞ്ഞ് എറണാകുളമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും തിരക്കൊഴിഞ്ഞു. ഞങ്ങൾക്ക് സൈഡ് സീറ്റ് കിട്ടി. അങ്ങനെ പൊന്നു നല്ല പച്ച പൊതിച്ച കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുവാണേ. വെരിക്കോസ് വെയിനിൻ്റെ മരുന്ന് മേടിക്കാൻ പോകുന്നതാണ് കേട്ടോ. ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിലാണ് ഹോസ്പിറ്റൽ. ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ നിന്നാണ് മരുന്ന് മേടിക്കുന്നത്. അപ്പം 15 ദിവസം കൂടുമ്പം മരുന്നിന് പോകണം. മരുന്നിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇന്ന് പോയിട്ട് മരുന്ന് മേടിച്ചിട്ട് ഇനി അടുത്ത 15 ദിവസം കഴിയുമ്പം വീണ്ടും മരുന്നിന് പോകണം. എന്തായാലും ഇവിടുത്തെ മരുന്ന് കഴിച്ചാൽ പിന്നെ നമ്മുടെ വെരിക്കോസിന് കുറവുണ്ട് കേട്ടോ. പൊന്നും അടുത്തിട്ടുണ്ട് കേട്ടോ. ഒരലച്ചിലാണ്. രാവിലെ ഒരു തല്ലിക്കൊട്ടി എഴുന്നേറ്റ് വേഗം പോരുമായിരുന്നു. അതുകൊണ്ട് ചായ കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് പൊന്നൂനൊരു കാപ്പി മേടിച്ചു കൊടുത്തു. അങ്ങനെ ചങ്ങനാശ്ശേരി എത്തി. ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് റോഡിൽ പോയിട്ട് ബസ് കയറിയിട്ട് വേണേ ഹോസ്പിറ്റലിൽ പോകാൻ. അങ്ങനെ ട്രെയിനിൻ്റെ വഴിക്ക് പോയി നമുക്ക് നമ്മുടെ വഴിക്ക് പോകാം.
അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷന് പുറത്ത് കടന്നു റോട്ടിലേക്ക് നടക്കുവാണേ. റോഡിൽ ചെന്ന് അവിടെ നിന്നൊരു ബസ് കയറണം. ശരിക്കും പറഞ്ഞാൽ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, പക്ഷേ കാല് വയ്യാത്തതുകൊണ്ട് നടക്കുന്നില്ല. നമുക്ക് ബസ്സിന് പോവാം. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് നോക്കി നിൽക്കുവാണേ. ബസ് വന്നു, നമുക്ക് ബസ്സിൽ കയറാം. ബസ്സിൻ്റെ ബാക്കിലൊരു സീറ്റ് കിട്ടി കേട്ടോ. അവിടെ തന്നെ ഇരുന്നേ. ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ ഹോസ്പിറ്റലിലോട്ടെ. പിന്നെ നമ്മൾ കാപ്പി കുടിക്കാൻ വേണ്ടി കടയിൽ കയറി. പൊറോട്ടയും വെജിറ്റബിളും ആയിരുന്നു. അങ്ങനെ നമ്മൾ കാപ്പി കുടിയും കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലെത്തി. നമ്മൾ എന്നും ചായ കുടിക്കുന്ന കട അവധിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ടോക്കൺ എടുക്കാൻ നിൽക്കുവാണേ. നേരത്തെ ചീട്ട് വിളിച്ച് ബുക്ക് ചെയ്തായിരുന്നു, അതുകൊണ്ട് ടോക്കൺ കിട്ടി. 17 ടോക്കൺ കേട്ടോ. ടോക്കണൊക്കെ എടുത്തിട്ട് ഇനി നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി നടക്കുവാണേ. ഇന്നിപ്പോൾ തിരക്ക് കുറവുണ്ട്. ഡോക്ടർ ജോർജ് മാത്യു സാറിനെയാണ് ഞാൻ കാണുന്നത് കേട്ടോ. ഞാൻ സിസ്റ്ററിൻ്റെ കയ്യിൽ ടോക്കണൊക്കെ കൊടുത്തു. സിസ്റ്റർ ഏതോ വഴിക്ക് പോയേ. അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി ഞങ്ങളവിടെ പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നു. പൊന്നുവാണെ മടുത്തിട്ട് ഞെളിവിരിയൊക്കെ കൊള്ളുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനും മടുത്തു ഒന്ന്. അങ്ങനെ എൻ്റെ മുറിവൊക്കെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി എന്നെ അവിടെ കയറ്റിയിരുത്തി. പൊന്നു എടുത്ത വീഡിയോ ആണേ. അങ്ങനെ നമ്മൾ ഡോക്ടറെയൊക്കെ കണ്ടു. ഇനി നമുക്ക് മരുന്ന് മേടിക്കണം. അപ്പോൾ ഫാർമസിയിലോട്ട് പോവാം. അവിടെ നമ്മുടെ ടോക്കൺ വിളിക്കും. അപ്പോൾ പൊന്നുവിന് ഒരു ജ്യൂസ് മേടിച്ച് കൊടുത്തേ. പൊന്നു ഞങ്ങളിവിടെ മരുന്ന് മേടിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയാണേ. ടോക്കൺ വിളിക്കുന്നതും കാത്തിരിക്കുക. ഞാൻ വീട്ടിൽ വന്നിട്ടാണ് ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത്. നമ്മൾ ഇവിടെ ഫാർമസിയുടെ ഫ്രണ്ടിൽ വെയിറ്റിംഗ് ആണ്. മരുന്നിൻ്റെ ബില്ലൊക്കെ കിട്ടി. ഇത്രയായിട്ടുള്ളൂ കേട്ടോ മരുന്നിന്. 15 ദിവസത്തെ 3 വട്ടം മരുന്നിൻ്റെ വിലയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് മരുന്നൊക്കെ കിട്ടി. മരുന്നൊക്കെ മേടിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് അടുത്ത 15 ദിവസം കഴിയുമ്പോഴാണ് വരേണ്ടത്. അതുവരെയുള്ള മരുന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തണുത്തത് എന്തെങ്കിലും കഴിക്കണം. നല്ല ചൂടായിരുന്നു. പൊന്നിനൊരു ഷെയ്ക്ക് മേടിച്ചു കൊടുത്തു. ഞാനൊരു ലൈമ കുടിച്ചുള്ളൂ. എനിക്ക് പാല് തൈരൊന്നും കഴിക്കാൻ പാടില്ല, അതുകൊണ്ട് ഷെയ്ക്കൊന്നും കഴിക്കത്തില്ല. വീണ്ടും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് കയറി. ഇത്തവണയും ബസ്സിൻ്റെ ബാക്കിൽ തന്നെ സീറ്റ്. ഇതെന്തോ ഇന്ന് മൊത്തം ബസ്സിൻ്റെ ബാക്ക് സീറ്റാണല്ലോ. സാരമില്ല, കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇവിടുത്തെ പള്ളിയാണ് കേട്ടോ. പള്ളി പണിതുകൊണ്ടിരിക്കുക. ഒരു വലിയ പള്ളിയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലെത്തി. എറണാകുളം മെമു അവിടെ കിടപ്പുണ്ട്. പക്ഷേ അതിൽ കയറിയിട്ട് കാര്യമില്ല. എറണാകുളത്ത് വന്ന് ഇറങ്ങണം. എറണാകുളം വരെ ഉള്ളൂ അത്. പിന്നെ നോക്കിയപ്പോൾ അതിൽ സീറ്റും ഇല്ല. ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഇതിന് 1 കിലോമീറ്റർ അങ്ങ് പോകണം. അങ്ങനെ നമ്മൾ മെമുവിന് കയറാതെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വീണ്ടും വന്ന് പോസ്റ്റായി. നമ്മൾ സ്ഥിരം പോണത് മറ്റേ പൂനെ വണ്ടിക്കാണ്. അതാ 1:20 വരുന്നത്. പക്ഷേ ഇന്ന് ആ വണ്ടി ഒരുപാട് താമസിച്ചു. 1:20 കഴിഞ്ഞു. 2 മണിയായപ്പോഴാണ് വണ്ടി വരുന്നത് കേട്ടോ. വണ്ടി വന്നിട്ടുണ്ട്. ലേറ്റായിട്ടാണെങ്കിലും ലേറ്റസ്റ്റാണ് വരുവേ. വണ്ടി എത്തി. ഈശ്വര, ഇനി ഇതിൽ സീറ്റ് ഉണ്ടാവുമോ എന്തോ. ഇതിൽ സാധാരണ സീറ്റ് കിട്ടാൻ പാടാണ്. എന്നാലും കിട്ടുന്നിടത്ത് കയറാം. നല്ല തിരക്കാണ് കേട്ടോ. ഒരു സീറ്റ് പോലും ഇല്ല. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ നിന്നു കഴിഞ്ഞപ്പം ഒരു ബർത്ത് ഒഴിവായി. അങ്ങനെ ഞാനും പൊന്നും കൂടെ ചാടി ബർത്തിൻ്റെ മണ്ടയിൽ കയറി. ഇതേ രക്ഷയുള്ളൂ. ഇവിടെ ആകുമ്പോൾ പിന്നെ ആ ഒരു ശല്യമില്ല. സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാം. പൊന്നു പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. പക്ഷേ ഈ ബർത്തയിലിരിപ്പോൾ അത്ര സുഖമല്ല. എനിക്ക് നടുവേദന എടുത്തു. കുറേ ദൂരം അങ്ങനെ ഇരുന്നപ്പോഴത്തേനും. ഏറെക്കുറെ ഇരിങ്ങാലക്കുട വരെയൊക്കെ ഈ ബർത്തയിൽ ഇരുന്നു കേട്ടോ. അങ്ങനെ
ഇരിങ്ങാലക്കുട എത്തിയപ്പോൾ താഴെ ഇറങ്ങി സീറ്റ് കിട്ടി, അവിടെ ഇരുന്നു. പിന്നെ എന്തേ കീ ചെയിനൊക്കെ വിൽക്കുന്നവർ വന്നു. അങ്ങനെ നമ്മൾ തൃശ്ശൂർ തിരിച്ചെത്തി. നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ഇന്നത്തെ യാത്ര ശരിക്കും മടുത്തു പോയി കേട്ടോ. ചൂടും പിന്നെ സമയം വൈകി. അങ്ങനെ ഞാനും പൊന്നും വീണ്ടും എത്തി. റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി. ഇനി നമ്മൾ രാവിലെ കൊണ്ട് പാർക്ക് ചെയ്ത വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് തിരിച്ചു പോവാം. ശരിക്കും മടുത്തു പോയി കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലായിരുന്നു. ഹോട്ടലിൽ വന്നു ഒരു ബിരിയാണി വാങ്ങി. പൊന്നൂനും ഒരു ബിരിയാണി വാങ്ങിക്കൊടുത്തു. ഞാനും ഒരു ബിരിയാണി കഴിച്ചു. അപ്പോഴാണ് ഒന്ന് കണ്ണ് കാണാറായത് കേട്ടോ. ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. വീട്ടിൽ ചെന്നൊന്ന് കുളിച്ചാലേ ഇനി സമാധാനമാവുള്ളൂ. അങ്ങനെ നമ്മൾ വീട്ടിലോട്ടുള്ള യാത്രയിലാണ്. എല്ലായിടത്തും മഴയൊക്കെ പെയ്തെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ വീടെത്തി. അങ്ങനെ കൂട്ടുകാരെ, ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പം അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.